നഗരത്തിലെത്തുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് അവിടെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞ പോലെയാണ്. വലിയ ആൾക്കൂട്ടം ഉണ്ടാവും, പക്ഷെ അവിടെ എന്നെ തിരിച്ചറിയുന്ന ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രയാസം. മനുഷ്യൻ്റെ സയൻസിൻ്റെ പുരോഗതി അവസാനം മനുഷ്യനെ തന്നെ ഉന്മൂലനം ചെയ്യുന്നതിലേക്കാണ് നയിക്കുന്നത് എന്നും, അതുകൊണ്ട് ഈ സയൻസിൻ്റെ ഇത്തരം എന്താണ് പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അവകാശവാദങ്ങളോ മനുഷ്യ സമൂഹത്തെ പൂർണ്ണമായിട്ടും വിമുക്തിയിലേക്ക് എത്തിക്കില്ല എന്നൊരു തോന്നലും ഈ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ മണ്ഡലത്തിൽ ഉണ്ടായി. ആധുനികത എന്ന് മലയാളത്തിൽ സാമാന്യമായി വിശേഷിപ്പിക്കുന്ന മോഡേണിറ്റി, അല്ലെങ്കിൽ ആ ആധുനികതയുടെ ആശയപ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്ന ആധുനികതാവാദം, മോഡേണിസം, ഈ സങ്കല്പനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു പ്രഭാഷണത്തിൽ ശ്രമിക്കുന്നത്. മോഡോ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് മോഡേൺ എന്ന വാക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മോഡേൺ എന്ന വാക്കിൻ്റെ അർത്ഥം, മോഡോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പുതിയത്, ഇപ്പോൾ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങനെ പ്രസൻറ്റ് എന്നുള്ള ഒരു കാല സൂചിയായിട്ടുള്ള വാക്കാണ് ലാറ്റിനിൽ മോഡോ എന്നുള്ളത്. അതിൽ നിന്നാണ് ഈ മോഡേൺ എന്നുള്ള വാക്ക് ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് അതിന് പുതുമ, പുതിയത്, ഇപ്പോഴുള്ളത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിപരീതം എന്ന് പറയുന്നത് ആൻഷ്യൻറ്റ്, പ്രാചീനം എന്ന് പറയുന്നതിൻ്റെ ഒരു വിപരീത ശബ്ദമായിട്ടാണ് ആധുനികത വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സംസ്കൃതത്തിൽ പ്രാചീനം, അർവാചീനം എന്നൊരു വാക്കുണ്ട്. അതാണ് ആധുനികം എന്ന് നമ്മൾ വേറെ രീതിയിൽ പറയുന്നത്. ഏതായാലും ഈ ഒരു സങ്കല്പവും ഞാനിതിനു മുമ്പ് ഒരു പ്രഭാഷണത്തിൽ ലിബറലിസത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പറഞ്ഞതുപോലെ, ആധുനികത എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ സന്ദർഭത്തിൽ ഉണ്ടായി വരുന്ന ഒന്നാണ്. അത് ഈ ലിബറലിസത്തിൻ്റെ തന്നെ ഒരു സവിശേഷമായ പ്രതിസന്ധിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ ആധുനികത എന്ന സങ്കല്പം ഉണ്ടായി വരുന്നത്. ലിബറലിസവും ആധുനികതയും തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിവിടെ ഈ യൂറോപ്യൻ സന്ദർഭത്തിലുള്ള ഒരു മോഡേണിറ്റി എന്നുള്ള അർത്ഥത്തിലും മോഡേണിസം എന്നുള്ള അർത്ഥത്തിലാണിത് സൂചിപ്പിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ അതിനെ വേണമെങ്കിൽ നമുക്ക് ആധുനികത എന്നുള്ളത് ലിബറലിസത്തിൻ്റെ കാലഘട്ടത്തിലുള്ളൊരു ജീവിതക്രമമായിട്ടൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം ഈ വാക്ക് വളരെയധികം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു വാക്കാണ് ഈ ആധുനികത എന്നുള്ളത്. നേരത്തെ ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ലിബറലിസത്തിൻ്റെ സന്ദർഭത്തിലുള്ള ഒരു ജീവിതക്രമത്തെ, സാമൂഹ്യ രൂപത്തെ വേണമെങ്കിൽ നമുക്ക് ആധുനികത എന്ന് വിളിക്കാം, അതിലൊരു തെറ്റുമില്ല. അതേസമയം കലയിലും സാഹിത്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ മോഡേണിസം എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരാശയമാണ്. അതുകൊണ്ട് ഞാൻ ആ അർത്ഥത്തിലാണ് ഇവിടെ സംസാരിക്കുന്നത്. അതേസമയത്ത് മലയാളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ കുറച്ചും കൂടി ചില വ്യത്യാസങ്ങൾ ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അതുകൊണ്ട് എൻ്റെ ഈ സംസാരം ഏറെക്കുറെ ഒരു സാഹിത്യ സങ്കല്പനങ്ങളുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. ഇതിങ്ങനെ അല്ലാതെയും പറയാനുള്ള സാധ്യതയുണ്ട്. തത്വചിന്തയുടെ ഒരു 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 ക്രമത്തിൽ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന് വേറൊരു അർത്ഥമായിരിക്കും ആധുനികത എന്നുള്ളതിന് ഉണ്ടാവുക. രാഷ്ട്രീയ രൂപങ്ങളുടെ ചർച്ചയിലാണെങ്കിൽ അതിന് വേറൊരു അർത്ഥമായിരിക്കും ഉണ്ടാവുക. പക്ഷേ സാഹിത്യത്തിൽ നമ്മൾ, അല്ലെങ്കിൽ കലയുടെയൊക്കെ ചരിത്രത്തിൽ മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേണിസം എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥമാണുള്ളത്. അപ്പോൾ ആ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ മണ്ഡലത്തിലുള്ള ഈ മോഡേണിറ്റി അല്ലെങ്കിൽ ആധുനികത എന്നുള്ള അർത്ഥത്തിലുള്ള ചില കാര്യങ്ങളാണ് തൽക്കാലം ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ആധുനികത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിബറലിസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു. ലിബറലിസം വാസ്തവത്തിൽ മനുഷ്യന് വലിയ ശുഭാപ്തിബോധം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആശയ ലോകമാണ് ലിബറലിസം എന്ന് പറയുന്നത്. സയൻസിൻ്റെ കടന്നുവരവ്, ടെക്നോളജി,
അങ്ങനെ മനുഷ്യന് സാധ്യമല്ല എന്ന് കരുതിയിരുന്ന പലതും സാധ്യമായൊരു കാലമായിരുന്നു അത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിന്നെ നമുക്ക് ആവിയന്ത്രം കണ്ടുപിടിക്കുന്നു, കപ്പൽ വഴി യാത്ര ചെയ്ത് പുതിയ പിന്നെ ഭൂഖണ്ഡങ്ങളിലേക്ക് ചെന്നെത്തുന്നു. മുതലാളിത്തത്തിന് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റുകളുണ്ടാവുന്നു. അവിടെയൊക്കെ അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുന്നു. സാമ്രാജ്യത്വ ശക്തികളായിട്ട് അവർ പലതും മാറുന്നു. ആ സാമ്രാജ്യത്വ ശക്തികൾ പോയി കീഴടക്കിയ കോളനി രാജ്യങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഈ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റും വെളിച്ചമെത്തിക്കുന്നു. അങ്ങനെ ധാരാളം ചലനങ്ങൾ അവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും മനുഷ്യൻ കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്ന, അത് പ്രകൃതി പിന്നെ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാവാം, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ച വ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ടാവാം. അങ്ങനെ മനുഷ്യർ കൂടുതൽ കൂടുതൽ സ്വതന്ത്രരാകുന്ന, പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ നിന്നും മനുഷ്യർ സൃഷ്ടിച്ചു വെച്ച വ്യവസ്ഥകളിൽ നിന്നും വ്യക്തികൾ കൂടുതൽ സ്വതന്ത്രരായിത്തീരുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പിന്നെ എന്താണ് ഈ മുറവിളി ലോകമെമ്പാടും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു ലിബറലിസം എന്ന് നേരത്തെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു ശുഭാപ്തി ബോധത്തിന് വലിയൊരു മങ്ങലേൽക്കുന്നൊരു കാലമാണ് നമ്മൾ കലയെ സംബന്ധിച്ചും സാഹിത്യത്തെ സംബന്ധിച്ചും മോഡേണിസം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ സ്വതന്ത്രരായ വ്യക്തികൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ ലോകയുദ്ധങ്ങളാണ് നമ്മുടെ മുന്നിൽ. ഈ ലിബറലിസത്തിന് തന്നെ വലിയൊരു തിരിച്ചടിയേറ്റൊരു കാലമായിരുന്നു ഈ ലോകയുദ്ധം എന്ന് പറയുന്നത്. കാരണം മനുഷ്യൻ്റെ സയൻസിൻ്റെ പുരോഗതി അവസാനം മനുഷ്യനെ തന്നെ ഉന്മൂലനം ചെയ്യുന്നതിലേക്കാണ് നയിക്കുന്നത് എന്നും, അതുകൊണ്ട് ഈ സയൻസിൻ്റെ ഇത്തരം പിന്നെ എന്താണ് പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അവകാശവാദങ്ങളോ മനുഷ്യ സമൂഹത്തെ പൂർണ്ണമായിട്ടും വിമുക്തിയിലേക്ക് എത്തിക്കില്ല എന്നൊരു തോന്നലും ഈ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ മണ്ഡലത്തിൽ ഉണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ശൈഥില്യം, അതായത് നേരത്തെ പറഞ്ഞ ഈ ശുഭാപ്തി ബോധത്തിന് പകരം സമഗ്രതാബോധത്തിന് പകരം കുറേ കൂടി ശിഥിലമായിട്ടുള്ള ആലോചനകളിലേക്ക് മനുഷ്യർ കടന്നെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ പിന്നെ മോഡേണിറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന, ആധുനികത എന്ന് വിളിക്കുന്ന ഒന്നിനോട് തന്നെയുള്ള സവിശേഷമായ കലാ സാഹിത്യ എന്താണ് രൂപങ്ങളുടെ ഒരു പ്രതികരണ ശൈലിയാണ് ആധുനികത എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ നിലയ്ക്ക് വ്യവസായവൽക്കരണം, നേരത്തെ പറഞ്ഞ യുദ്ധം, അതുപോലെ നഗരവൽക്കരണം, അതുപോലെ ഈ കൊളോണിയലിസത്തിൻ്റെ അനുഭവ ലോകം, അതുപോലെ ഈ സാങ്കേതിക വിദ്യയിൽ വരുന്ന മാറ്റം ആണ്. അത് ഒരു കാലത്തത് ചെറിയ യന്ത്രങ്ങളിൽ നിന്ന് ആരംഭിച്ചത് വലിയ മെഷീനുകളിലേക്ക് മാറുന്നതും, വൈദ്യുതി കണ്ടുപിടിക്കുന്നു, പുതിയ പുതിയ സാങ്കേതിക വിദ്യ മനുഷ്യനെ തന്നെ നിയന്ത്രിക്കുന്ന വിധത്തിലേക്ക് ചെന്നെത്തുകയും മനുഷ്യൻ്റെ ചണ്ടികളായി തീരുകയും ചെയ്യുന്ന സവിശേഷമായൊരു പശ്ചാത്തലം. അതായത് തങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്ന് കരുതിയ സയൻസും ടെക്നോളജിയും തങ്ങളെ കൂടുതൽ കൂടുതൽ അടിമകളാക്കുകയാണ് ചെയ്യുന്നത് എന്നും, മനുഷ്യത്വത്തിൽ നിന്ന് തന്നെ നമ്മളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ വളരെ ശക്തമായിട്ട് വരുന്നുണ്ട് ആധുനികതയുടെ സന്ദർഭത്തിൽ. അതിൻ്റെയൊക്കെ സൂചനകൾ നമുക്ക് മാർക്സിലൊക്കെ കാണാവുന്നതാണ്. കാൾ മാർക്സ് അദ്ദേഹം പറയുന്ന ഈ അലിയനേഷൻ, മുതലാളിത്തത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വിമർശനം നിർവഹിച്ചിട്ടുള്ള പണ്ഡിതന്മാരിലൊരാൾ, പിന്നെ ചിന്തകരിലൊരാൾ മാർക്സാണെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ഈ വ്യവസായവൽക്കരണത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പുതിയ ലാഭത്തിലൂന്നിക്കൊണ്ടുള്ള മുതലാളിത്തം അവസാനം ചെന്നെത്തുന്നത് മനുഷ്യരെ അന്യവൽക്കരിക്കുന്നതിലേക്കാണ്. മനുഷ്യനെ സമൂഹത്തിൽ നിന്ന്, സ്വന്തം അധ്വാന ശക്തിയിൽ നിന്ന്, തന്നിൽ നിന്ന് തന്നെ അന്യവൽക്കരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഉണ്മയെ നശിപ്പിക്കുകയാണ് മുതലാളിത്തം ചെയ്യുന്നതെന്ന് മാർക്സ് അക്കാലത്ത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഏലിയനേഷൻ എന്ന് പറയുന്നത്, ഈ ഏലിയനേഷൻ എന്നുള്ള ആശയം പിന്നെ ആധുനികതയുടെ കാലത്ത് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൊരാശയമാണ് എന്നത് പ്രധാനമാണ്. അപ്പം ഈ പറഞ്ഞ
മോഡേൺ എന്ന് പറയുമ്പോൾ അത് ട്രഡീഷനെ വലിച്ചെറിയുന്നു, പാരമ്പര്യങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് മോഡേണിറ്റി വന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ പിന്നെ ഈ പാരമ്പര്യ സമൂഹങ്ങൾക്ക് എല്ലാറ്റിലും ഒരു തീർച്ചയുണ്ടായിരുന്നു, ഒരു സെർട്ടനിറ്റി ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ പഴയ പരമ്പരാഗതമായിട്ടുള്ള സമൂഹമാണെന്ന് കരുതുക. ആ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ ഈ കാലബോധം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ചാക്രികമാണ്. അങ്ങനെയാണ് പാരമ്പര്യ സമൂഹം. അവർക്ക് നമ്മളെ കവി പറഞ്ഞ പോലെ വിഷു വരും, വർഷം വരും, ഓരോ ചെടിയിലും പൂ വരും, കായ് വരും എന്ന് പറഞ്ഞ പോലെ അതിങ്ങനെ സൈക്ലിക്കായിട്ട് നടക്കുന്ന ഒരു കാര്യം ആയിരുന്നു ഈ പാരമ്പര്യ സമൂഹത്തിന്. അതായത് മുതലാളിത്തമൊക്കെ വരുന്നതിന് മുമ്പുള്ള നമ്മുടെ ഫ്യൂഡൽ സമൂഹത്തിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്ന ഒരു ചക്രം പോലെയാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കാലബോധം മാറി ആധുനികതയുടെ കാലം വന്നപ്പോഴേക്കും അത് രേഖീയമായ കാലബോധമായി മാറി. അതാണ്. അപ്പോൾ പുരോഗതി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മന്ത്രമായി തീർന്നു. അതിൻ്റെ പ്രധാന മുദ്രാവാക്യം തന്നെ പുരോഗതി എന്നുള്ളതാണ്. അപ്പോൾ കാലം രേഖീയമാണ്, അതൊരിക്കലും പഴയതിലേക്ക് ഇനി തിരിച്ചു പോവില്ല. പഴയനെ നിഷേധിക്കുക, പാരമ്പര്യത്തെ നിഷേധിക്കുക, അതിനെ തകർത്തെറിയുക, അങ്ങനെ പുതുമയിലേക്ക് കുതിക്കുക, ഇതാണ് ആധുനികതയുടെ മുദ്രാവാക്യമായിരുന്നത്. പക്ഷേ ഇതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള എനിക്കാണ് ആധുനികതാവാദം വരുന്നത് എന്നാണ്. മോഡേണിറ്റിയോടുള്ള ഒരു പ്രതികരണമായിട്ടാണ്. അപ്പോൾ ഈ മോഡേണിസം നമ്മൾ മോഡേണിറ്റിയെ പിന്തുണയ്ക്കുന്നതാണ് മോഡേണിസം എന്ന് കരുതരുത്. അത് പലപ്പോഴും അതിൻ്റെ കെടുതികളിൽ നിന്ന്, ആധുനികതയുടെ കെടുതികളിൽ നിന്നുണ്ടായി വന്നതാണ് ആധുനികതാവാദം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം ഈ അലിനേഷനായിരുന്നു, അന്യവൽക്കരണം. അതായത് മനുഷ്യന് സ്വന്തം സമൂഹത്തിൽ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നു. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? അതാണ്. മുമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുക എന്ന് പറയുന്ന നല്ല തീർച്ചയുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ ആധുനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സങ്കല്പങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടതോടുകൂടി എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നൊരു ചോദ്യം വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അത്തരം കാര്യങ്ങൾ ചിന്തിച്ച ഒരാളാണ് സാർത്ര. നമുക്കറിയാം, ജീൻ പോൾ സാർത്ര. സാർത്രൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ചോദ്യം തന്നെ ഇതായിരുന്നു. അതായത് സ്വാതന്ത്ര്യം നമുക്കൊരു ഭാരമായി തീർന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ലിബറലിസവും നേരത്തെ പറഞ്ഞ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രപഞ്ചബോധമാണല്ലോ ഉണ്ടായത്. അതോടുകൂടി ഈ ദൈവസങ്കല്പമൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ ദൈവം കൈയൊഴിഞ്ഞ മനുഷ്യരായി തീർന്നു ആധുനികതയുടെ കാലത്തുണ്ടായിരുന്നത്. അങ്ങനെ മനുഷ്യനെ ദൈവം കൈയൊഴിഞ്ഞാലുള്ള അല്ലെങ്കിൽ ദൈവസങ്കല്പത്തിൽ നിന്ന് പുറത്തു കടന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കേണ്ട ബാധ്യത അയാൾക്ക് വന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ ഈ നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ സ്വാതന്ത്ര്യം അയാൾക്കൊരു ഭാരമായി തീർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടുകൂടി അയാൾ എത്തിച്ചേരുന്ന സവിശേഷമായിട്ടുള്ള ഒരു അൺസേർട്ടനിറ്റിയുടെ, അസ്ഥിരതയുടെ അല്ലെങ്കിൽ സന്നിഗ്ധതയുടെ ഒരു സന്ദർഭമാണ് വാസ്തവത്തിൽ ആധുനികത. അതിനോടുള്ള സാഹിത്യത്തിൻ്റെയും കലയുടെയും പ്രതികരണമാണ് ആധുനികതാവാദം എന്ന് പറയാം. അതേപോലെയാണ് നഗരവൽക്കരണം. ഗ്രാമത്തിൽ നിങ്ങൾക്ക് മനുഷ്യരുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ആ ബന്ധത്തെ നിങ്ങൾ വ്യവസായം തുടങ്ങി ഗ്രാമങ്ങളിൽ നിന്നൊക്കെ തൊഴിലുപേക്ഷിച്ച് അവിടുത്തെ കാർഷിക വൃത്തിയൊക്കെ ഉപേക്ഷിച്ച ആളുകൾ നഗരത്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. നഗരങ്ങളിൽ നിങ്ങളാരും ചോദിക്കില്ല നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങളുടെ ജാതി ഏതാ, മതം ഏതാണെന്നൊന്നും ചോദിക്കില്ല. അങ്ങനെ നമ്മൾ അതിൽ നിന്നൊക്കെ വിമുക്തരായി നഗരത്തിൽ ജീവിക്കുക. പക്ഷെ നഗരത്തിലെത്തുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് അവിടെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞ പോലെയാണ്. വലിയ ആൾക്കൂട്ടം ഉണ്ടാവും, പക്ഷെ അവിടെ എന്നെ തിരിച്ചറിയുന്ന ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രയാസം. അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെയും ഈ പറഞ്ഞ അന്യവൽക്കരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഗ്രാമത്തിൻ്റെ ഈടുവെപ്പുകളെല്ലാം നഷ്ടപ്പെടുകയും നഗരവൽക്കരണം മനുഷ്യരെ വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ സാഹിത്യത്തിലും കലയിലും ഒക്കെ കടന്നു വരുന്നത്. അതിനോടുള്ള ഏറ്റവും ആദ്യത്തെ പ്രതികരണമാണ് ഈ കാൽപ്പനികതാവാദം എന്ന് പറയുന്നത്, റൊമാൻറ്റിസിസം. അതുകൊണ്ട് നമ്മൾ വേർഡ്സ്വർത്ത്, ഷെല്ലി, കീറ്റ്സ് തുടങ്ങിയ ആളുകളൊക്കെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അവർ എല്ലായ്പ്പോഴും ഈ നഗരങ്ങളിൽ ഇരുന്നുകൊണ്ട് ഗ്രാമങ്ങളെ അയവിറക്കുന്ന അതിൻ്റെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് പാടുന്ന വാനമ്പാടികളായിരുന്നു നമുക്കറിയാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമം എന്ന് പറയുന്നത്, ഗ്രാമീണ ജീവിതം എന്ന് പറയുന്നത് ഒരു ഗൃഹാതുരത്വം എന്ന് പറഞ്ഞ ഓർമ്മകളാണ്.
അപ്പോൾ അത് പിന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ മോഡേണിറ്റിയോടുള്ള പ്രതികരണമാണത്. അത് തന്നെ നമ്മൾ ആധുനികതയുടെ ഒരാശയമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാൽപ്പനികതാവാദത്തെ കാണാം. ആദ്യഘട്ടത്തിലുണ്ടായ ഒരു പ്രതികരണമാണത്. അതേപോലെ പിന്നെ ഈ പറഞ്ഞ ആധുനികതയുടെ സന്ദർഭത്തിൽ തന്നെയാണ് നമ്മൾ പലതരം കലാപ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരുന്നത്. നമ്മൾ പറയുന്ന റിയലിസം, അത് എങ്ങനെയാണ് ഈ യാഥാർത്ഥ്യത്തെ കലയിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളാണ് അന്നുണ്ടായിരുന്നത്. അതായത് എന്താണ് കലയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, എന്താണ് സാഹിത്യത്തിൻ്റെ ലക്ഷ്യം. ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടാകുന്നത് ഈ ആധുനികതയുടെ ഘട്ടത്തിലാണ്. അപ്പോൾ ആധുനികതാവാദം എന്ന് പറഞ്ഞത് ഒന്നല്ല, പരസ്പരം എതിരിടുന്ന, പലപ്പോഴും പൊരുത്തപ്പെടാത്ത ധാരാളം ആശയങ്ങൾ ഈ ആധുനികതാവാദത്തിൻ്റെ ഭാഗമായി, മോഡേണിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് മോഡേണിസം എന്ന് പറയുന്നത് തന്നെ ഒരു ബ്ലാങ്കറ്റ് ടേമാണ്, ഒരു പുതപ്പ് പദം. അതിൻ്റെ അടിയിൽ തിരഞ്ഞു കഴിഞ്ഞാൽ ധാരാളം സങ്കല്പനങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് മുഴുവൻ വിശദീകരിക്കുക എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് കാൽപ്പനികതാവാദം എന്ന് പറഞ്ഞതായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ റിയലിസം എന്ന് പറയുന്നത്, അപ്പോൾ സാഹിത്യത്തിൻ്റെയും കലയുടെയും ധർമ്മം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരു പക്ഷേ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളെ കുറേയും കൂടി ഫോക്കസ്ഡായിട്ട്, കുറേയും കൂടി സൂക്ഷ്മമായിട്ട് പിടിച്ചെടുക്കുകയും അങ്ങനെ അതിനെ യഥാർത്ഥമായി ആവിഷ്കരിച്ചുകൊണ്ട് സാമൂഹ്യമായിട്ടുള്ള പ്രതിസന്ധികൾ മനസ്സിലാക്കി ആ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനെ മാറ്റിത്തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ മനുഷ്യരെ നിർമ്മിച്ചെടുക്കലാണ് പിന്നെ സാഹിത്യത്തിൻ്റെയും കലയുടെയും ധർമ്മം എന്ന ആശയമാണ് ഈ റിയലിസ്റ്റുകളും മറ്റും മുന്നോട്ട് വെച്ചത്. അപ്പോൾ ധാരാളം പരീക്ഷണങ്ങൾ നടക്കുന്നൊരു ഘട്ടമാണ് ഈ ആധുനികതാവാദത്തിൻ്റെ ഘട്ടം എന്ന് പറയുന്നത്. നാടകത്തിലായാലും സിനിമയിലായാലും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാഹിത്യത്തിലായാലും ചിത്രകലയിലും, അതായത് ചിത്രകലയുടെ മാധ്യമത്തിൽ, ശില്പകലയുടെ മാധ്യമത്തിൽ, അതുപോലെ സാഹിത്യത്തിൻ്റെ ഭാഷയിൽ, സിനിമയുടെ സങ്കേതങ്ങളിൽ, എല്ലാറ്റിലും പരീക്ഷണം നടക്കുന്ന ഒരു ഘട്ടമാണ് ഈ ആധുനികതാവാദം എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെയാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളത്. അത് വ്യക്തിയുടെ ആസ്വാദനത്തെ ശക്തിപ്പെടുത്താനുള്ളതും വ്യക്തിയുടെ അന്തഃസംഘർഷങ്ങളെ ആവിഷ്കരിക്കാനുള്ളതുമാണ് എന്ന സങ്കല്പം വളരെ പ്രബലമായിരുന്നു. അങ്ങനെയാണ് ഈ കല എന്ന് പറയുന്നത് അങ്ങനെ സാമൂഹ്യമായിട്ടുള്ള ലക്ഷ്യങ്ങളൊന്നും നിറവേറ്റേണ്ടതില്ല. കല വാസ്തവത്തിൽ മനുഷ്യൻ്റെ വിക്ഷോഭങ്ങളെ, ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന് കെ പി അപ്പനൊക്കെ പറഞ്ഞതുപോലെ, അത് പിന്നെ എഴുത്തുകാരുടെ ക്ഷോഭം ആവിഷ്കരിക്കലാണ് സാഹിത്യത്തിൻ്റെ, ഇത് അന്തഃസംഘർഷങ്ങളുടെ ആവിഷ്കാരമാണ് കല എന്ന മട്ടിൽ അതിനെ, അതോടുകൂടി മനഃശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയ പ്രപഞ്ചമായിട്ട് ആധുനികതാവാദത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രബലമായ പിന്നെ വക്താവായിരുന്നു നമ്മുടെ ഫ്രോയിഡ് എന്ന് നമുക്കറിയാം. മാർക്സിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ, മാർക്സ് ഏലിയനേഷനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമാണ് ആധുനികതാവാദത്തിൽ ഫ്രോയിഡ് സൂചിപ്പിച്ച അബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അബോധം എന്ന് പറയുന്ന സങ്കല്പം സാഹിത്യത്തെയും കലയെയും മനസ്സിലാക്കാനും അതിനെ വിശദീകരിക്കുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നതിനപ്പുറം ഒന്നുണ്ട് എന്ന സങ്കല്പമാണ് ആധുനികതാവാദത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു സങ്കല്പം. അത് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ നമ്മൾ പുറത്ത് കാണുന്ന ഈ സമൂഹത്തിനപ്പുറം ഒരു വർഗസമൂഹമുണ്ടെന്ന് അദ്ദേഹം പറയും. അതുപോലെ നാം പുറത്ത് കാണുന്ന മനുഷ്യരാണെങ്കിലും ആ മനുഷ്യർക്ക് അബോധമുണ്ട് എന്നും, ആ അബോധം ഈ ബോധമനസ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെങ്കിലും അതാണ് മനുഷ്യൻ്റെ പെരുമാറ്റ രീതികളെയും ചിന്തകളെയും സ്വാധീനിക്കുന്നത് എന്നൊക്കെ ഫ്രോയിഡ് പറയും. ഇതൊക്കെ കലയെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ കലാചിന്തയിൽ ഈ പറഞ്ഞ മാർക്സിൻ്റെയും ഫ്രോയിഡിൻ്റെയും ഒക്കെ ആശയങ്ങളുടെ വലിയ സ്വാധീനം ആധുനികതാവാദത്തിൻ്റെ സന്ദർഭത്തിൽ കാണാം. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ കലയുടെ സാമൂഹ്യ പ്രസക്തിയെക്കുറിച്ചുള്ള റിയലിസ്റ്റ് വാദങ്ങളെ ചോദ്യം ചെയ്യുന്ന ഈ സൗന്ദര്യവാദങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അന്തർജ്ഞാനമാണ് കല എന്നൊക്കെ വാൾട്ടർ പേറ്ററിനെ പോലുള്ള ആളുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വളരെ പ്രബലമായ അർത്ഥത്തിൽ നിരവധി സംവാദങ്ങളുടെ ഒരു ആകത്തുകയാണ് ഈ ആധുനികതാവാദം എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹം ഇങ്ങനെ ഫ്രാഗ്മെൻറ്റഡായി പോകുന്ന, ശിഥിലമായി പോകുന്നതിനോടുള്ള പ്രതികരണം, അതുപോലെ തന്നെ
ആധുനിക സ്വത്വം എന്ന് പറയുന്നത് ശിഥിലമാണ്. ഞാൻ ആരാണ് എന്നെനിക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഞാൻ പലതായി ചിതറിയ ഒന്നാണ് എന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നതിലുള്ള ആധി, അതിനോടുള്ള ഒരു പ്രതികരണം, അതാണ് സാഹിത്യത്തിലും കലയിലും നമ്മൾ ആധുനികതാവാദമായിട്ട് പലപ്പോഴും കാണുന്നത്. അതുപോലെ ചരിത്രത്തെക്കുറിച്ചുള്ള ഈ സങ്കല്പം, അതായത് നമ്മൾ ഈ ചരിത്രം എന്ന് പറയുന്നത് ഈ രേഖീയമായ കാലബോധത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒന്നാണ് ഈ ചരിത്രം. അതാണ്. അപ്പോൾ ചരിത്രം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലതും വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒക്കെയുള്ള ഒരു മാതൃകയായിരുന്നെങ്കിൽ, ഈ ചരിത്രം എന്ന് പറയുന്നതിനെ തന്നെ ചരിത്രം ഒരു ഭാരമായിത്തീരുന്നത് ആധുനികതാവാദത്തിലെ പല ചിന്തകരും അവതരിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഒരു ഭാരമായിത്തീരുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഈ പഴയതിലേക്ക്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഈ ജീവിത പരിസരങ്ങളിലേക്ക്, നമ്മുടെ മിത്തുകളിലേക്ക് ഒക്കെ ഈ ആധുനികതാവാദത്തിൻ്റെ സന്ദർഭത്തിൽ തിരിച്ചു പോകുന്നത് നമുക്ക് കാണാം. അതും ഈ സാഹിത്യത്തിലും കലയിലും നമ്മൾ പൊതുവെ കാണുന്നതാണ്. ആധുനികരായിട്ടുള്ള എഴുത്തുകാർ പലപ്പോഴും അവർക്ക് അവതരിപ്പിക്കാനുള്ള ആശയങ്ങൾ തേടി പുരാണങ്ങളിലേക്കും മിത്തുകളിലേക്കും പഴയ കഥകളിലേക്കും വാമൊഴി പാരമ്പര്യങ്ങളിലേക്കും ഒക്കെ തിരിച്ചു പോകുന്നത് ആധുനികതാവാദത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ അന്യവൽകൃതനായ പിളർന്ന ഉത്കണ്ഠകളോടുകൂടിയ ഈ വ്യക്തിസ്വത്വത്തിൻ്റെ അന്തസ്സംഘർഷങ്ങളാണ് കല എന്ന ഒരു വാദം വളരെ പ്രബലമായി തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നത് പ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ധാരാളം പരീക്ഷണങ്ങൾ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ മണ്ഡലത്തിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നോവൽ പോലുള്ള ഒന്നിനകത്താണ് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഫ്രോയിഡിയൻ അബോധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കേണ്ട ഒരു വസ്തുതയാണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, ബോധധാരാ രീതി എന്ന് പറയും. അപ്പോൾ അതായത് മനസ്സിലേക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്രമവുമില്ലാതെ പരസ്പര കാര്യകാരണ ബന്ധത്തോടുകൂടി ചിന്തിക്കുന്ന ആ സമ്പ്രദായത്തിന് പകരം ചിതറിയതും അല്ലെങ്കിൽ ശിഥിലമായ ചിന്തകൾ, ഓർമ്മകൾ പരസ്പര ബന്ധമില്ലാതെ കടന്നു വരുന്ന തരത്തിലുള്ള ആഖ്യാനത്തെയാണ് നമ്മൾ ബോധധാരാ രീതി എന്ന് പറയാറുള്ളത്. അപ്പോൾ നമ്മളെ മാർക്കേസിൻ്റെ നോവലുകളിലൊക്കെ അത് വളരെ ശക്തമായും സുന്ദരമായും പ്രയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ മണ്ഡലത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ഇത്തരം പരീക്ഷണങ്ങൾ, ആഖ്യാനത്തിലുള്ള ധാരാളം പരീക്ഷണങ്ങൾ അക്കാലത്ത് നടന്നിട്ടുണ്ട്. സിനിമയിലെ മൊണ്ടാഷിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ നവസിനിമ എന്ന് പറയും, ന്യൂ വേവ് സിനിമ എന്ന ഫ്രഞ്ച് സിനിമയെക്കുറിച്ച് നമ്മൾ പറയും. ഇതൊക്കെ ഈ ആധുനികതാവാദത്തിൻ്റെ ഘട്ടത്തിൽ നമ്മളെവിടെയാണെങ്കിലും നമുക്കറിയാം, സമാന്തര സിനിമ എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക പ്രവണത നമ്മുടെ സിനിമയുടെ ദൃശ്യകലയുടെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ മനുഷ്യ മനസ്സിൻ്റെ അടിത്തട്ടുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആഖ്യാനത്തിൽ പുതുമ കണ്ടെത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലേക്കും മിത്തുകളിലേക്കും പഴയ ആഖ്യാന രൂപങ്ങളിലേക്കും സങ്കല്പങ്ങളിലേക്കും കടന്നു ചെന്നുകൊണ്ട് പുതുമ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പുതുമ സൃഷ്ടിക്കുക, പറഞ്ഞത് വ്യത്യസ്തമായ രീതിയിൽ പറയുക എന്ന ഒരു ആശയം ഈ ആധുനികതാവാദത്തിൽ വളരെ പ്രധാനമാണ്. സാഹിത്യത്തിലും കലയിലും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ മറ്റൊന്ന് യുദ്ധമാണ്. യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ആധുനികതാവാദത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം മനുഷ്യൻ നാഗരികതയെക്കുറിച്ചുള്ള ഒരു പരിപൂർണമായ റീതിങ്കിങ്, ഒരു പുനരാലോചനയ്ക്ക് നമ്മൾ വിധേയരാകുന്നത് ഈ രണ്ടാം ലോക യുദ്ധത്തോടു കൂടിയാണെന്ന് നമുക്കറിയാം. അതുണ്ടാക്കിയ കെടുതികൾ വലിയ തോതിൽ മനുഷ്യ മനസ്സിനെ ഒലച്ചു കളഞ്ഞു. അതാണ് കാരണം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ശുഭപ്രതീക്ഷകളും അതോടുകൂടി തകർന്നു. അതുപോലെ ഭരണകൂടത്തെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും ആ കാലഘട്ടത്തോടുകൂടി തകരുകയാണ് ചെയ്യുന്നത്. കാരണം ദേശീയ ഭരണകൂടങ്ങളൊക്കെ മനുഷ്യനെ ചേർത്ത് നിർത്തുമെന്നും സഹായിക്കുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഈ സ്വതന്ത്ര കഴിഞ്ഞ ലിബറലിസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഈ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ വ്യക്തിസ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതിനെയൊക്കെ എപ്പോഴും തടയുന്നതാണ് ഭരണകൂടം എന്ന് ലോകരാഷ്ട്രങ്ങൾ പലതും തെളിയിച്ചു. അത് ജർമ്മനിയിലും റഷ്യയിലും ഒക്കെ അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ ഈ പലതരം ഏകാധിപത്യ രൂപങ്ങൾ, ഈ ലിബറലിസത്തിൻ്റെ പേരിൽ ഉയർന്നു വന്ന ഭരണകൂടങ്ങൾ തന്നെ
പിന്നീട് ഈ അതിൻ്റെ ഈ ലിബറൽ മൂല്യങ്ങൾ കൈയൊഴിയുകയും വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് കടയ്ക്കൽ കത്തിവെക്കുകയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഭരണകൂടം എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് ആധുനികതാവാദത്തിൻ്റെ ഒരു സവിശേഷതയാണെന്ന് നമുക്കറിയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥയായിരുന്നു അങ്ങനത്തെ ഒരു ആദ്യ സന്ദർഭം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടുള്ള പ്രതികരണം നമ്മുടെ ആധുനിക എഴുത്തുകാരിൽ നിന്ന് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ച് പിന്നീട് സൂചിപ്പിക്കും. അപ്പോൾ ഏതായാലും ഈ രീതിയിൽ ഭരണകൂടത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഈ ജനാധിപത്യ സംവിധാനത്തോടു കൂടിയുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് ഈ ആധുനികതയുടെ സന്ദർഭത്തിലൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അതുപോലെ യുദ്ധം തകർത്ത് കളഞ്ഞതോടുകൂടി മനുഷ്യൻ പുരോഗതി എന്ന് പറയുന്ന ആശയത്തിൽ ഉണ്ടാകുന്ന യുക്തി ബോധത്തിലുണ്ടായിരുന്നു. ഞാൻ ലിബറലിസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് യുക്തിചിന്തയിൽ നിന്നുണ്ടായി വന്നൊരു ആശയപ്രപഞ്ചമാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ആ യുക്തി എന്ന് പറയുന്നതിനെ സംശയിക്കുന്ന, അതുപോലെ തന്നെ മനുഷ്യ നാഗരികതകളെ പറ്റിയുള്ള സങ്കല്പങ്ങളിൽ സംശയം തോന്നുന്ന ഒരു ഘട്ടമാണ് ഈ ആധുനികത എന്ന് പറയുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ ഈ നഷ്ടം അല്ലെങ്കിൽ ട്രോമ, അതുപോലെ ആംബിഗ്വിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന സന്നിഗ്ധത, ഇതെല്ലാം നമ്മുടെ ഒരു ആധുനികതയുടെ സവിശേഷതകളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഭാഷയെ പറ്റിയുള്ള കൺസെപ്റ്റ് വളരെയധികം മാറുന്നുണ്ട്. ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ട്രാൻസ്പെറൻ്റ് ആണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ട്രാൻസ്പെറൻറ്റ്, വളരെ വളരെ സുതാര്യമാണ് ഭാഷ. ഭാഷയിലൂടെ നിങ്ങൾക്ക് ആശയങ്ങൾ വിനിമയം ചെയ്യാൻ കഴിയുന്നുള്ളതായിരുന്നു ലിബറലിസം മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട ആശയം. എന്നാൽ അങ്ങനെ ഭാഷ അത്ര സുതാര്യമല്ല എന്നും അത് ആശയവിനിമയം നടത്തുകയല്ല, പലപ്പോഴും വിനിമയം ചെയ്യുന്ന ആശയത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ഭാഷ ചെയ്യുന്നതെന്നും ഭാഷയ്ക്ക് ഭാഷയുടേതായിട്ടുള്ള ചില ആന്തരികമായിട്ടുള്ള ലീലകളിൽ ഏർപ്പെടാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെ ആധുനികത തിരിച്ചറിയുന്നതുകൊണ്ട് ഭാഷയിൽ വളരെയധികം ഭാഷയോട് മത്സരിക്കുകയോ അല്ലെങ്കിൽ ഭാഷയുമായിട്ട് ഏറ്റുമുട്ടുകയോ ചെയ്യുക എന്നത് കവിയുടെ എഴുതുന്ന ആളുടെ ധർമ്മമാണ്, അല്ലെങ്കിൽ അയാളുടെ കർമ്മമാണ് എന്ന് ആ ഘട്ടത്തിൽ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഭാഷയിൽ മുഴുവൻ ചതിക്കുഴികളാണെന്നും അത് എപ്പോഴും വേണമെങ്കിലും എഴുതുന്ന ആളെ പറ്റിച്ചേക്കാമെന്നൊക്കെ കരുതുന്ന ഒരു സങ്കല്പത്തിലേക്ക്, ഭാഷയെപ്പറ്റിയുള്ള സങ്കല്പത്തിലേക്ക് ഈ ആധുനികതയുടെ സന്ദർഭത്തിൽ നമ്മൾ ചെന്നെത്തുന്നുണ്ട് എന്നത് പ്രധാനമാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, മനുഷ്യ മനസ്സിനെ കാണുന്നതിൻ്റെ അപ്പുറം അബോധത്തിൻ്റെ ഒരു തലമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ കാണുന്ന സമൂഹത്തിനപ്പുറം ഒരു വർഗ്ഗഘടനയും വർഗ്ഗസമൂഹവും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതോടൊപ്പം തന്നെയാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നൊരാശയം, ഐഡിയോളജി എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് എന്നത് ആധുനികതയുടെ കാലത്ത് നാം കണ്ടെത്തിയ ഒരു കാര്യമാണ്. നമ്മൾ സത്യം എന്നും ശരി എന്നും വിചാരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അത് നമ്മളെക്കൊണ്ട് ബോധ്യപ്പെടുത്തിയതാണെന്നും അതിൻ്റെ പുറകിൽ ചില താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുമാണ് ഈ പ്രത്യയശാസ്ത്ര സങ്കല്പത്തിൽ കടന്നു വരുന്ന ആശയം. അതുകൊണ്ട് മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധികാര താല്പര്യങ്ങൾ മനുഷ്യരിൽ സമ്മതി നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സമ്മതി നിർമ്മാണത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആധുനികത അതിൻ്റെ ഈ അധികാര ഘടനകളെ നിലനിർത്തുന്നത് എന്ന ആശയം ഈ ആധുനികതയുടെ കാലത്ത് സ്വാഭാവികമായിട്ടും കടന്നു വരുന്നുണ്ട്. അതുപോലെ ഈ കോളനി അനന്തര രാജ്യങ്ങളിൽ, നമ്മുടെ ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഈ ആധുനികതാവാദത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പോസ്റ്റ് കൊളോണിയൽ എന്ന് വിളിക്കാവുന്ന കോളനി അനന്തരവാദം എന്ന് പറയുന്നത് വളരെ പ്രധാനമായി വരുന്നത്. കൊളോണിയൽ മാസ്റ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ബ്രിട്ടീഷ് യജമാനന്മാർ ഇവിടുന്ന് പോയിട്ടും നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബോധത്തെ ഒരു പ്രത്യയശാസ്ത്രമായിട്ട് കൊളോണിയലിസം ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സങ്കല്പം, അതിൽ നിന്നാണ് ഈ പോസ്റ്റ് കൊളോണിയൽ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. അങ്ങനെ ഈ ആധുനികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന് ലിബറലിസത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്കുണ്ടായ ഈ സ്വാതന്ത്ര്യബോധത്തെ സംശയിക്കുകയും അത് മനുഷ്യന് സാധ്യമാണോ എന്ന് ചിന്തിക്കുകയും വലിയ തോതിലുള്ള ആശയക്കുഴപ്പത്തിലേക്ക് അല്ലെങ്കിൽ നിരാശയിലേക്ക് കടന്നെത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ആധുനികത, അല്ലെങ്കിൽ അതിനോടുള്ളൊരു പ്രതികരണമാണ് ആധുനികതാവാദം എന്ന് പറയാം.
അതിൽ ഇപ്പോൾ ഈ നേരത്തെ ഞാൻ മാർക്സിസത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പിന്നെ മാർക്സിസത്തെയും അതിനകത്ത് സ്വാഭാവികമായിട്ടും വിമർശനം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എന്ന സ്ഥലത്ത് രൂപപ്പെട്ടു വന്ന ഒരു ചിന്താധാര തന്നെയുണ്ട്. അതിൽ അഡോണോ, മാർക്യൂസ്, അതുപോലെ വാൾട്ടർ ബെഞ്ചമിൻ തുടങ്ങിയിട്ടുള്ള നിരവധി ചിന്തകർ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. അതിൽ ഹെബർമാസ് വരെ എത്തി നിൽക്കുന്ന ആളുകൾ അതിനകത്തുണ്ട്. ഏതായാലും ഈ ഫ്രാങ്ക്ഫർട്ടിലെ ഈ ചിന്തകർ പ്രധാനമായിട്ടും അവരും വലിയ തോതിൽ നിരാശ അനുഭവിച്ചിരുന്ന ആളുകളാണ്. അവരുടെ ഒരു പ്രധാന വാദം, മാർക്സ് അദ്ദേഹത്തിൻ്റെ വിശകലനത്തിൽ എപ്പോഴും ഈ സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങളെയും ഉൽപ്പാദനക്രമത്തെയും ഒക്കെയാണ് മുഖ്യമായി പരിഗണിച്ചതെന്നും സംസ്കാരം എന്ന് പറയുന്ന ഒന്നിനെ അവർ പരിഗണിച്ചില്ല എന്നുമുള്ള ഒരു വിമർശനം യഥാർത്ഥത്തിൽ ഫ്രാങ്ക്ഫർട്ട് ചിന്തകർ ഉന്നയിക്കുന്നുണ്ട്. അത് ജർമ്മനിയുടെ സവിശേഷമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അവരത് ആലോചിച്ചത്. എന്നാൽ അതേസമയത്ത് തന്നെ സോവിയറ്റ് യൂണിയനിൽ നിലനിന്നിരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തോട് അവർക്ക് കഠിനമായിട്ടുള്ള വിമർശനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വീണ്ടും പക്ഷേ മാർക്സിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുകയും മാർക്സിനെ കുറച്ചും കൂടി ആഴത്തിൽ വേറൊരു തരത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് മാർക്സിനെ തന്നെ ഒരർത്ഥത്തിൽ പരിഷ്കരിച്ചുകൊണ്ടും തിരുത്തിക്കൊണ്ടും ചില ആശയങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ ഫ്രാങ്ക്ഫർട്ട് ചിന്തകർ ചെയ്തത്. അത് വലിയൊരു ചിന്താധാരയാണ്. നമ്മുടെ കലാസാഹിത്യ നിരൂപണത്തിൽ ഈ ഫ്രാങ്ക്ഫർട്ട് ചിന്തകർ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ പറയുന്ന ചിത്രകലയ്ക്കകത്ത് ദാലിയെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ പിക്കാസോയെ പോലുള്ള ആളുകൾ, അങ്ങനെ ധാരാളം ചിത്രകാരന്മാർ, ശില്പികൾ ഒക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പേരെടുത്ത് അങ്ങനെ പറയാൻ തുടങ്ങിയത് കുറേ ആളുകളുണ്ട്. ആധുനിക ചിത്രകല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആധുനിക ശില്പകല, ആധുനിക സിനിമ, അതിലേക്കൊന്നും കടക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ പക്ഷേ അവരെല്ലാം പൊതുവിൽ ഈ പറയുന്ന നിരാശാബോധവും സന്നിഗ്ധതയും ഈ ചിതറലും അത്തരം അസ്വസ്ഥതകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഉണ്ടായി വന്ന ഈ ചിന്തകളാണ് നമ്മൾ പൊതുവേ ഈ ആധുനികതാവാദം എന്ന് പറയുന്നതിനകത്ത്. അതിനകത്താണ് റിയലിസം ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ അതിനകത്താണ് നമ്മൾ പറയുന്ന ദാദായിസം, അതുപോലെ ഇംപ്രഷനിസം, എക്സ്പ്രഷനിസം എന്നൊക്കെ പറഞ്ഞ് ധാരാളം കലയ്ക്കകത്ത് നടന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നുണ്ടായി വന്ന ആശയങ്ങളാണ് ഇതൊക്കെ. ഞാനതിനെ ഓരോന്നും വിശദീകരിക്കണമെങ്കിൽ നമുക്ക് ധാരാളം സമയം വേണ്ടി വരും. അപ്പോൾ അതിനെല്ലാം ഒന്നിച്ച് പറയുന്നൊരു പേരാണ് ഈ മോഡേണിസം എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം പ്രവണതകൾ ഈ കലയ്ക്കകത്ത് നടന്ന പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാവാം, അതിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാവാം, ആ തരത്തിലൊക്കെ നമ്മൾ ആധുനികതാവാദത്തിനകത്ത് ധാരാളം ചിന്താപദ്ധതികൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന കാര്യം പ്രധാനമാണ്. ഇനി നമ്മുടെ ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ, നമ്മുടെ ഒരു മലയാളത്തിൻ്റെ ഒരു സാഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിലേക്ക് വന്നാൽ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സാഹിത്യത്തിലൊരു പുതുമ സൃഷ്ടിക്കപ്പെടുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. അത് പദ്യത്തിലെ കുമാരനാശാനിലൂടെ, ഗദ്യത്തിലെ നമ്മുടെ ബഷീറിനെ പോലുള്ള എഴുത്തുകാരിലൂടെ നമുക്ക് പരിചയമില്ലാത്തൊരു പുതിയ ലോകം അവരൊക്കെ തുറന്നു വയ്ക്കുന്നുണ്ട്. അവരിലൊക്കെ നമുക്ക് ഈ ആധുനികതയുടെ പല പ്രമേയങ്ങളും കടന്നു വരുന്നത് കാണാൻ സാധിക്കും. അതാണ് അവരെ നമുക്ക് പരിപൂർണമായിട്ടും ആധുനികതയ്ക്ക് പുറത്ത് നിർത്താൻ കഴിയില്ല. അപ്പം ബഷീറിൻ്റെ ശബ്ദങ്ങൾ പോലുള്ള നോവലിലൊക്കെ ആധുനികതയുടെ വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട്. പലപ്പോഴും ഈ പ്രതിഭാധനരായിട്ടുള്ള എഴുത്തുകാരുടെ പ്രശ്നം നമുക്ക് അവരെ ഒരു പ്രസ്ഥാനത്തിലോ ഒരു കാലത്തിലോ ഒതുക്കി നിർത്താൻ കഴിയില്ല. ഇപ്പോൾ ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്നുള്ള കഥ ആധുനികതയ്ക്കകത്ത് പോലുമല്ല, അതിൻ്റെ പുറത്തേക്ക് ഒരുപക്ഷെ ഉത്തരാധുനികം എന്ന് വിളിക്കാവുന്ന ഒരു സന്ദർഭത്തിൽ പോലും പ്രസക്തമായ കഥയാണതൊക്കെ. അതുകൊണ്ട് നമുക്കൊരു എഴുത്തുകാരനെ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു കള്ളിയിൽ ഒതുക്കി നിർത്താൻ കഴിയില്ല. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഏതായാലും നമ്മുടെ ഗദ്യത്തിൽ ഈ പറഞ്ഞ പോലെ പുതുമകൾ സൃഷ്ടിക്കപ്പെട്ട ഒരു ഘട്ടമായിരുന്നു അതൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് ലിബറലിസത്തിൻ്റെ ചില സൂചനകൾ കാണാം. അതോടൊപ്പം തന്നെ ആധുനികതയുടെ സൂചനകളും നമുക്ക് ഈ ബഷീർ, തകഴി, കേശവദേവ് തുടങ്ങിയിട്ടുള്ള ആ എഴുത്തുകാരുടെ തലമുറയിൽ നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അത് ഏറ്റവും മൂർത്തമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് വിജയനും മുകുന്ദനും ഈ കാക്കനാടനും ഒക്കെ എഴുതാൻ ആരംഭിക്കുന്നതോട് കൂടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റിലുള്ള വിശ്വാസം തകരുന്നത്, ഈ ശിഥിലമായ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഈ സങ്കല്പത്തിൻ്റെ ആവിഷ്കാരം, ഈ മാനസികമായ സംഘർഷങ്ങളുടെ വളരെ ഭ്രമാത്മകമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ,
ഇതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം എന്നുള്ള നോവൽ ഈ ബോധധാരാ രീതിയുടെ വളരെ ഉദാത്തമായിട്ടുള്ളൊരു മാതൃകയാണെന്നുള്ള കാര്യം സംശയമില്ല. അതിൽ കുഞ്ഞേനാച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, ഈ മിത്തുകളിലേക്ക് പോകുന്നതിൻ്റെ സ്വഭാവം നമുക്ക് കാണാം എന്ന് ഞാൻ പറഞ്ഞു. അത് നമുക്ക് വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ ശരിക്കും ഈ സ്റ്റേറ്റിൻ്റെ ഒക്കെ പുറത്ത് നിൽക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു 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 സൊസൈറ്റിയെ വിഭാവനം ചെയ്യാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ തസ്രാക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്ക് സ്റ്റേറ്റിൻ്റെ യാതൊരു കാര്യങ്ങളും ഇല്ലാതെ ആകെ കടന്നു വന്ന ഏകാധ്യാപക വിദ്യാലയത്തെ പോലും സ്വയം അവിടുത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരവരുടെ മിത്തുകളിലും പിന്നെ കഥകളിലും ആ പൗരാണികമായ കാലത്തുമൊക്കെ ജീവിക്കുന്നത് പോലെ ആവിഷ്കരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആധുനികതയോടുള്ളൊരു പ്രതികരണമായിട്ടാണ് ആ ആധുനികതാവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ നോവൽ രചിക്കപ്പെടുന്നത്. അതുപോലെ ആനന്ദിൻ്റെ നോവലുകളെല്ലാം ഭരണകൂടത്തോടും ഈ പറഞ്ഞ പലതരം അധികാര രൂപങ്ങളോടുള്ള കഠിനമായ വിമർശനമാണ് നമുക്കറിയാം. അതുപോലെ നമ്മുടെ പിന്നെ മുകുന്ദൻ്റെ നോവലുകളിലും ഈ വ്യക്തികൾ അനുഭവിക്കുന്ന സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഈ ശിഥിലമായ വ്യക്തിത്വത്തിൻ്റെ ധാരാളം ആവിഷ്കാരങ്ങൾ മുകുന്ദനിലും മറ്റും നമ്മൾ കാണുന്നു. അപ്പം അങ്ങനെ ഈ ആധുനികതാവാദത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും കഴിയുന്ന ധാരാളം സാഹിത്യം മലയാളത്തിലും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹിത്യ രൂപങ്ങളെ കണ്ടെടുക്കാനും അതിനെയൊക്കെ പിന്നെ ഉറപ്പിക്കാനും മലയാളത്തിൽ വളരെ ശക്തമായൊരു ഒരു സാഹിത്യ നിരൂപണ പദ്ധതി ഉണ്ടായിട്ടുണ്ട്. KP അപ്പനും നരേന്ദ്രപ്രസാദും അതുപോലെ രാജകൃഷ്ണനും ഒക്കെ ആ കാലഘട്ടത്തിലുള്ള കൃതികളെ അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കി സാഹിത്യചരിത്രത്തിൽ അടയാളപ്പെടുത്തിയവരാണ്, നമുക്കറിയാം. അപ്പം അങ്ങനെ ആധുനികത എന്ന് പറയുന്നത് പിന്നെ ആധുനികതാവാദം എന്ന് പറയുന്നത്, മോഡേണിസം എന്ന് പറയുന്നത് ആധുനികതയുടെ ജീവിത സന്ദർഭത്തോടുള്ള പ്രതികരണമാണ് എന്ന് സാമാന്യമായി സൂചിപ്പിക്കാം. വളരെ വളരെ വിപുലമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒന്നാണത്. പക്ഷേ ഒരു സാമാന്യമായിട്ടുള്ളൊരു ധാരണയ്ക്ക് വേണ്ടി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.